ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന് മുകളിൽ ഈ പൊതുവളാണേ ഒരു എരപ്പത്തരം കാണിച്ചാൽ വേണ്ടി അന്നത്തെ വീഡിയോ എടുത്തത്. കുറെ കാലമായി നിങ്ങൾ പറയണം ആലോചിക്കുന്നു. നമ്മൾ പഴയങ്ങാടി കഴിഞ്ഞ് കണ്ണൂരേക്ക് പോകുന്ന സമയത്ത് പാപ്പിനിശ്ശേരി മേൽപ്പാലുണ്ട്. ആ മേൽപ്പാലത്തിന്റെ അറ്റകുറ്റ പണിക്കൊണ്ട് ഒരു മാസം അവർ അടച്ചിട്ടിരുന്നു. ഒരു മാസം അടച്ചിട്ടാണ് അവർ ആ പണി നിർത്തി. അതും കരഞ്ഞ് കാലുപിടിച്ച് നാട്ടുകാരെ കരഞ്ഞ് കാലുപിടിച്ചിട്ടാണ് അവരെ പണിയെടുക്കുന്നത്. അത്രയും ശോചനീയം ഉണ്ട്. ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് അതിൽ കൂടെ ഉണ്ടായി. ഒരു മാസം അടച്ചിട്ട് അവര് നാട്ടുകാരെ വഴി തെറ്റിച്ച് വിട്ട് വളച്ചും തിരിച്ചുള്ള നാട്ടിലെത്തിച്ച് എല്ലാം സംഭവിച്ചു. ഒരു മാസം അവർ കഷ്ടപ്പെട്ടതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു മഴ പെയ്തില്ല. ഫസ്റ്റ് മഴേന്റെ ചാറ്റിലടിക്കുമ്പോഴേക്ക് അവിടെ കുഴിയായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പാപ്പിനിശ്ശേരി മേൽപ്പാലത്തിന് മുകളിലത്തെ അവസ്ഥയായിരുന്നു. ഇപ്പൊ രാത്രി കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഭൂതക്കണ്ണാടി വെക്കണം. ഫോഗ്ലാമ്പ് വെച്ചാൽ പോലീസ് പിടിക്കുമല്ലോ, അടുത്ത കേസാക്കി വെക്കാലോ. ഇപ്പൊ ഇതിൽ കൂടെ വരണമെങ്കിൽ ഭൂതക്കണ്ണാടി വെക്കണം. ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം അങ്ങോട്ട് കൊണ്ട് പോകുന്നത്. അത് നൈറ്റ് തന്നെ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോക്ക്. ഞാൻ മാക്സിമം ആ വഴി അറിയുന്നതുകൊണ്ട് മാക്സിമം കൊണ്ട് മാറിപ്പോകും. ഏതെങ്കിലും വണ്ടി മുമ്പിൽ പെട്ട അതിൽ വലിയ വഴിയിലും. അത് ചെറിയ 2 വീലറിലാണെങ്കിൽ, എൻ്റെ ബൈക്കാണ്, പക്ഷെ 2 വീലറിലാണെങ്കിൽ ഈ സ്കൂട്ടി പോലത്തെ വണ്ടിയിലാണെങ്കിൽ നൈറ്റ് മഴയും കൂടി ഉണ്ടെങ്കിൽ കണക്കായി അതിൽ തന്നെ മൂടിയിടുന്ന നല്ലത്. നാട്ടുകാരുടെ അഭിപ്രായം ചോദിക്കാൻ അവസരം കിട്ടിയില്ല. അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ഇത് ഞാൻ എന്റെ ജെന്യൂനായിട്ട് എനിക്ക് തോന്നിയൊരു ബുദ്ധിമുട്ട്, ഞാൻ അനുഭവിച്ചൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്. ഇത് എന്നെ പോലെ തന്നെ അനുഭവിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും, നിങ്ങളെ വീട്ടുകാർ ചിലപ്പോൾ ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നാ പിന്നെ ശരി.